എല്ലാവർക്കും നമസ്കാരം. കൊറിയ ജപ്പാൻ യാത്രയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബുസാനിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ബുസാനിലെ സോങ്ഡോ എന്ന സ്ഥലത്ത് നിന്ന് കേബിൾ കാറിൽ യോങ്കോ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കേബിൾ കാർ സമുദ്രത്തിന് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കേബിൾ കാറിലിരുന്നാൽ സോങ്ഡോ പ്രദേശത്തെ ബിൽഡിങ്ങുകളെല്ലാം വളരെ ഭംഗിയായി കാണാവുന്നതാണ്. സോങ്ഡോ എന്ന സ്ഥലം നാഗോ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സമുദ്രത്തിന് കുറുകെ കഷ്ടിച്ച് 2 കിലോമീറ്ററോളം കേബിൾ കാറിൽ സഞ്ചരിക്കുന്നു. സോങ്ഡോ എന്ന സ്ഥലത്ത് നിന്ന് യോങ്കം എന്ന സ്ഥലത്തേക്ക് റോഡ് മാർഗവും എത്താവുന്നതാണ്. റോഡിനടിയിലൂടെ ഒരു വാക്ക് വേ ഉണ്ടാക്കിയിരിക്കുന്നു. യോങ്കം എന്ന സ്ഥലത്ത് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന നമ്മൾ നേരെ ചെല്ലുന്നത് ഒറിക്ടോ എന്നൊരു ഐലൻഡിലേക്കാണ്. ഇത് സോങ്ഡോ യോങ്കം സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കുള്ള വഴിയാണ്. ഈ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പേര് ഒറിക്ടോ സ്കൈ വാക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ്. (2013) ഇത് ഓപ്പൺ ചെയ്യുന്നത്. നാഗോ ജില്ലയിലെ ഭരണകൂടമാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. 15 മീറ്റർ നീളത്തിലും 35 മീറ്റർ ഹൈറ്റിലുമാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും കൂടിയിട്ട് ഇത് മുഴുവനായിട്ടും ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല, അടിയിൽ സപ്പോർട്ടെല്ലാം ഉണ്ട്. ഒറിക്ടോ സ്കൈ വാക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ബ്രിഡ്ജ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഐലൻഡിലാണ്. ഈ ഐലൻഡിൽ നിന്ന് നോക്കിയാൽ സോങ്ഡോ നഗരത്തിൻ്റെ ഭംഗിയും സമുദ്രത്തിൻ്റെ വിശാലതയും അനുഭവിച്ചറിയാൻ പറ്റും. ഇതുപോലുള്ള അനവധി ദ്വീപുകൾ ഇതിനടുത്തായി തന്നെ ഉണ്ട്. ഇതേ ബ്രിഡ്ജിലൂടെ ഈ ദ്വീപിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കാവുന്നു. ഈ പാർക്കിൻ്റെ പേര് അമനം പാർക്ക് എന്നാണ്. ഇപ്പോൾ ഇതൊരു പുതിയ പാർക്കാണെങ്കിലും മുൻപ് ഇവിടെ വേറൊരു പാർക്കുണ്ടായിരുന്നത്രേ. അത് നിർമ്മിച്ചത് ഷില്യ രാജവംശം BC 57 AD 935 ഇടയ്ക്കാണെന്ന് പറയപ്പെടുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും ഭക്ഷണത്തിനുള്ള മേശകളും മറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
പിന്നീട് ഞങ്ങൾ പോയത് ഗ്യാൻഷ്യോൺ കൾച്ചറൽ വില്ലേജ് കാണുവാനാണ്. 1950 കൊറിയൻ വാറിലെ അഭയാർത്ഥികൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വില്ലേജ്. ഞങ്ങൾ നടക്കുമ്പോൾ ഒരു ബൈക്ക് അവിടെ വന്ന് നിന്നു. കാനാം സ്പൈഡർ 800cc 3 വീലർ റോഡ് സ്റ്റാർ ബൈക്കാണിത്. കൊറിയൻ വാറിലെ അഭയാർത്ഥികൾക്കായി ഉണ്ടാക്കിയ വില്ലേജ് ആണെങ്കിലും കാലക്രമേണ ഈ വില്ലേജ് ശോചനീയാവസ്ഥയിലായി. പിന്നീട് ഇത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് പുനരുദ്ധരിക്കുകയും പല വർണ്ണത്തിലും നിറത്തിലുമുള്ള പെയിൻറ്റുകൾ അടിക്കുകയും ചെയ്തു എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒരു കുന്നിൻ ചെരുവിൽ സ്റ്റെയർ കേസ് മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാരണം കൊണ്ടാവാം ഇതിനെ മാച്ചു പിച്ചു ഓഫ് ബുസാൻ എന്നും അറിയപ്പെടുന്നു. പെറുവിലുള്ള മാച്ചു പിച്ചുവിനും ഇതിനും ഒരു സാമ്യമുണ്ടത്രേ. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും തെരുവുകളും പല നിറത്തിലും വർണ്ണത്തിലും പെയിൻ്റ് അടിച്ചു വച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ വില്ലേജ് സ്ട്രീറ്റിലൂടെ കുറേ ദൂരം മുന്നോട്ട് നടന്നു. ഈ ഗാംച്യോൺ വില്ലേജ് മൊത്തമായി കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. ബുസാനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.